ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ കെമിസ്ട്രിയാണ് എടുക്കാൻ പോണത്. കെമിസ്ട്രിയിൽ നെക്സ്റ്റ് ചാപ്റ്റർ 13ാമത്തെ ചാപ്റ്ററാണ് ഇലക്ട്രോ കെമിസ്ട്രി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ളത് ഓക്സിഡേഷൻ റിഡക്ഷൻ, അങ്ങനെ പറയുന്ന രണ്ട് ടേംസാണ്, ഓക്സിഡേഷനും റിഡക്ഷനും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓക്സിഡേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ലൂസ് ചെയ്യണതിനെയാണ് എന്ത് പറയുക, ഓക്സിഡേഷൻ. ദ പ്രോസസ് ഇൻ വിച്ച് ഇലക്ട്രോൺസ് ആർ ലൂസസ്. ഇലക്ട്രോണുകളെ ലോസ് ചെയ്യുക അല്ലെങ്കിൽ ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുന്ന പ്രക്രിയ അല്ലെങ്കിൽ പ്രോസസ്സാണ് എന്ത്, ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. ഇനി അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്, റിഡക്ഷൻ. ഇലക്ട്രോണുകളെ പ്രത്യേകം നോക്കണം, ഇലക്ട്രോണുകളെ ഗെയിൻ ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്, റിഡക്ഷൻ. ഇലക്ട്രോണുകളെ ഗെയിൻ ചെയ്യുന്ന പ്രോസസ്സാണ് റിഡക്ഷൻ. ഇലക്ട്രോണുകളെയാണ് പറയുന്നത് കേട്ടോ, നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോണുകളുടെ കാര്യമാണ് പറയണത്. ഇലക്ട്രോണുകളെ ലോസ് ചെയ്യുന്നതാണ് എന്ത്, ഓക്സിഡേഷൻ. ഇലക്ട്രോണുകളെ ഗെയിൻ ചെയ്യുന്നതാണ് റിഡക്ഷൻ. ഓക്സിഡേഷൻ റിഡക്ഷനൊക്കെ ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്, ഇത് ഇലക്ട്രോണിൻ്റെ ബേസിലാണ്. ഇനി ഒരു പോസിറ്റീവ് ചാർജ് നഷ്ടപ്പെടുന്നതാണ് റിഡക്ഷൻ, പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റാണ്. ഇലക്ട്രോണുകൾ നേടുക എന്ന് പറയുമ്പോൾ, നെഗറ്റീവ് ചാർജ് നേടുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ നമ്മൾ പലതും പറഞ്ഞ് കൺഫ്യൂഷൻ വേണ്ട, ജസ്റ്റ് ഇങ്ങനെ ഓർത്താൽ മതി. ഇലക്ട്രോണുകളെ ലോസ് ചെയ്യുന്നത് ഓക്സിഡേഷനും ഗെയിൻ ചെയ്യുന്നത് റിഡക്ഷൻ. ഇനി ചില കെമിക്കൽ റിയാക്ഷൻസിൽ ഇത് രണ്ടും നടക്കും, ഓക്സിഡേഷനും നടക്കും റിഡക്ഷനും നടക്കും. അങ്ങനെയുള്ള റിയാക്ഷൻസിനെയാണ് എന്ത് പറയുക, റിഡോക്സ് റിയാക്ഷൻസ് എന്ന് പറയാം. നെക്സ്റ്റ് നോക്കാനുള്ളത് ഇലക്ട്രോലിറ്റിക് സെൽ, അതേപോലെ തന്നെ ഗാൽവനിക് സെല്ല്. ഇലക്ട്രോലിറ്റിക് സെല്ലും ഗാൽവനിക് സെല്ലും തമ്മിലുള്ള ഡിഫറൻസ്. ഇലക്ട്രോലിറ്റിക് സെൽ എന്താ നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇലക്ട്രോലിറ്റിക് സെൽ ഇലക്ട്രിക്കൽ എനർജി ഈസ് യൂസ്ഡ് ഫോർ ക്യാരിയിങ് ഔട്ട് റിഡോക്സ് റിയാക്ഷൻസ്. റിഡക്ഷനും ഓക്സിഡേഷനും കൂടുതൽ റിയാക്ഷൻസ് ആണ് റിഡോക്സ് റിയാക്ഷൻസ്. ഇങ്ങനെയുള്ള റിഡോക്സ് റിയാക്ഷൻസ് നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്യും. അതാണ് ഇവിടെ നടക്കുന്നത്, ഇലക്ട്രോലിറ്റിക് സെല്ലിൽ നടക്കുന്നത്. ഇനി എന്താണ് ഗാൽവനിക് സെല്ല്? ഗാൽവനിക് സെൽ എന്ന് പറയുന്നത് ഇതുപോലുള്ള റിഡോക്സ് റിയാക്ഷൻസ് വെച്ചിട്ട് ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ജസ്റ്റ് ഓപ്പോസിറ്റ്, ഇലക്ട്രിക് എനർജി വെച്ചിട്ട് റിഡോക്സ് റിയാക്ഷൻ നടക്കുന്നത് ഇലക്ട്രോലിറ്റിക് സെല്ല്. റിഡോക്സ് റിയാക്ഷൻ ഉപയോഗിച്ചിട്ട് ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാക്കുന്നത് ഗാൽവനിക് സെല്ല്. അപ്പോൾ ആ രണ്ടും കൂടെ ഒന്ന് ഓർത്തിരിക്കാം. ഇനി എന്താണ് ഓക്സിഡേഷൻ നമ്പർ? Oxidation number is basically one count of electrons that atoms in a molecule can share, lose or gain while forming chemical compounds with other atoms of a different element. അപ്പോൾ അതായത് ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ക്ലോറിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ 17 ആണ്. അപ്പോൾ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പോൾ അതിന് ഒരു റിയാക്ഷൻ ഫോം ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഒരു ഇലക്ട്രോണുകൾ അത് വാങ്ങണം. അപ്പോൾ ആ ഒരു ഇലക്ട്രോണാണ് അവിടെ കണക്ക് വരുന്നത്. അതാണ് എന്ത്, ക്ലോറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ. ആ ഒരെണ്ണം എന്താ ചെയ്യണം, അയാൾ വാങ്ങാണ് ചെയ്യുന്നത്. വാങ്ങുന്നത് കൊണ്ട് എന്താണ്, മൈനസ് ആണ്. കൊടുക്കുന്നത് കൊണ്ട് എന്താണ്, പ്ലസ് ആണ്. അപ്പോൾ വാങ്ങുന്നത് കൊണ്ട് അത് -1 ആണ് ക്ലോറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ. ഇനി മഗ്നീഷ്യം എന്ന് പറയുമ്പോൾ 12 ആണ് അതിൻ്റെ അറ്റോമിക് നമ്പർ. അപ്പോൾ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോണുകളാണ് ഉണ്ടാവുക. അപ്പോൾ 6 ഇലക്ട്രോണുകളെ വാങ്ങുന്നതിനേക്കാൾ എളുപ്പം എന്താണ്, അതിന് 2 ഇലക്ട്രോണുകളെ കൊടുത്തിട്ട് ഒക്ടക്റ്റ് പൂർത്തിയാക്കുന്നതാണ്. ഈ കഥയൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ആ 2 ഇലക്ട്രോണുകളെ കൊടുക്കൂലേ. അപ്പോൾ കൊടുക്കുന്നത് കൊണ്ട് പ്ലസ് ചാർജ്. എത്ര ഇലക്ട്രോണുകളാണ് കൊടുക്കുന്നത്, 2 ഇലക്ട്രോണുകളാണ് കൊടുക്കുന്നത്. അപ്പോൾ +2 ആണ് മഗ്നീഷ്യത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ. ഇതാണ് ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. ഇനി നോക്കാനുള്ളത്, നമുക്കൊരു ഇലക്ട്രോലിറ്റിക് സെല്ല് അതിൻ്റെ ഒരു ഘടന നോക്കണം. അപ്പോൾ അത് വരച്ചിട്ട് നമുക്ക് പറയാം കേട്ടോ. നെക്സ്റ്റ് നോക്കാനുള്ളത് ഇലക്ട്രോലിറ്റിക് കണ്ടക്ഷൻ. When a voltage is applied to the electrode dipped into an electrolytic solution, ions of the electrolyte moved and therefore electric current flows through a electrolytic solution. ഇപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു സൊല്യൂഷൻ എടുക്കും, കോപ്പർ സൾഫേറ്റോ അങ്ങനെയുള്ള ഒരു സൊല്യൂഷനാണ് മെയിനായിട്ട് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യും,
രണ്ട് ഇലക്ട്രോഡുകൾ എന്ന് പറയും. ഇലക്ട്രോഡുകൾ അതിനെ കണക്ട് ചെയ്യും. ആ ഇലക്ട്രോഡുകൾ കണക്ട് ചെയ്തുകൊണ്ട് ഒരു സോൾട്ട് ബ്രിഡ്ജ് ഉണ്ടായിരിക്കും. എന്നിട്ട് നമ്മൾ അവിടെ റിഡോക്സ് റിയാക്ഷൻസ് അവിടെ നടക്കും. അതിൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കണം, അവിടെ ഇലക്ട്രിസിറ്റി ഫോം ചെയ്യുന്നതാണ് ഗാൽവാനിക് സെല്ല്. അപ്പോൾ ഇങ്ങനെ ഫോം ചെയ്യുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവുന്നുണ്ട്, ഇലക്ട്രോണുകളുടെ ഫ്ലോ മൂലം ഇലക്ട്രിസിറ്റി ഫോം ചെയ്യുന്നുണ്ട്. അതിനെയാണ് ഇലക്ട്രോലിറ്റിക് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ സെല്ല് നമുക്കൊന്ന് വരച്ച് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഒരു ഗാൽവനിക് സെല്ലിൻ്റെ സെറ്റപ്പ് വരുന്നത്. അപ്പോൾ 2 സൊല്യൂഷൻസ് എടുത്തിട്ടുണ്ടാവും. ഈ സൊല്യൂഷൻസിനെയാണ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. സിങ്ക് സൾഫേറ്റും കോപ്പർ സൾഫേറ്റാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി സിങ്ക് സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോലൈറ്റിലേക്ക് നമ്മളൊരു ഇലക്ട്രോഡ് ഘടിപ്പിച്ചിരിക്കുകയാണ്. ആ ഇലക്ട്രോഡ് കോപ്പർ സൾഫേറ്റിലേക്ക് കോപ്പർ അതേ മെറ്റലിൽ തന്നെ ഒരു ഇലക്ട്രോഡ് നമ്മൾ ഘടിപ്പിച്ചിരിക്കുന്നത്. ഇനി അതേപോലെ തന്നെ സിങ്ക് സൾഫേറ്റിലേക്ക് അതേ ഇലക്ട്രോലൈറ്റിനെ തന്നെ സിങ്കിൻ്റെ മെറ്റൽ നമ്മൾ ഘടിപ്പിച്ചിരിക്കുന്നത്. അതാണ് ഇലക്ട്രോഡായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 ഇലക്ട്രോഡുകളാണുള്ളത്. ഒന്ന് ആനോഡും പിന്നെ ഒന്ന് കാഥോഡും. ആനോഡായിട്ട് നമ്മളിവിടെ സിങ്ക് ഇലക്ട്രോഡ് എടുത്തിട്ടുണ്ട്. കാഥോഡായിട്ട് നമ്മളിവിടെ കോപ്പർ ഇലക്ട്രോഡ് അല്ലെങ്കിൽ കോപ്പർ ദണ്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തന്നെ സൊല്യൂഷൻസ് ആണ് നമ്മൾ ഇലക്ട്രോലൈറ്റായിട്ട് എടുക്കുന്നത്. സിങ്ക് ഇലക്ട്രോഡ് മുക്കി വെച്ചിരിക്കുന്നത് സിങ്ക് സൾഫേറ്റ് എന്ന് പറയുന്ന ഇലക്ട്രോലൈറ്റിലാണ്. കോപ്പർ ഇലക്ട്രോഡ് മുക്കി വെച്ചിരിക്കുന്നത് കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്ന ഇലക്ട്രോലൈറ്റിലാണ്. ഇനി 2 സൊല്യൂഷൻസിനെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ സാൾട്ട് ബ്രിഡ്ജ് ഉണ്ട് ഇതിൻ്റെ ഫ്ലോ കണക്ട് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് വോൾട്ട് മീറ്ററും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ആനോഡിൽ നടക്കുന്നത് ഓക്സിഡേഷൻ ആണ്. അതായത് ഇലക്ട്രോണുകൾ ഇവിടെ ലോസ് ആവും. കാഥോഡിൽ നടക്കുന്നത് റിഡക്ഷൻ ആണ്. അതായത് ഇലക്ട്രോണുകൾ അവർ ഗെയിൻ ചെയ്യും. അപ്പം ഇങ്ങനെ എന്ത് ചെയ്യാണ്, ഇങ്ങനെ റിഡോക്സ് റിയാക്ഷൻസ് വഴി ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ സെറ്റപ്പിനെയാണ് നമ്മൾ എന്ത് പറയുക, ഗാൽവനിക് സെൽ എന്ന് പറയുക. അപ്പോൾ ഇതും കൂടെ വെച്ചിട്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നോക്കുമ്പോൾ ക്ലിയർ ആവും. നമുക്കിനി നോക്കാനുള്ളത് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോലൈസിസ് ആണ്. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോലൈസിസ് ആണ്. അപ്പോൾ ഫാരഡേയുടെ ഫസ്റ്റ് ലോയാണ് നോക്കാനുള്ളത്. ദ മാസസ് ഓഫ് സബ്സ്റ്റൻസ് ലിബറേറ്റഡ് ഡ്യൂറിങ് ഇലക്ട്രോലൈസിസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസ്ഡ് ത്രൂ ദി ഇലക്ട്രോലൈറ്റ്. അതായത് അപ്പോൾ ഒരു ഇലക്ട്രോലൈറ്റിക് സെല്ല് അല്ലെങ്കിൽ ഒരു ഗാൽവനിക് സെല്ലിൽ എത്ര മാസ് സബ്സ്റ്റൻസ് അവിടെ ഇലക്ട്രോലൈസിസിന് സമയത്ത് ലിബറേറ്റ് ആവുന്നുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള ഇലക്ട്രിസിറ്റി അവിടെ ഫോം ചെയ്യും. ഇപ്പോൾ സബ്സ്റ്റൻസുകളുടെ മാസ് കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇവിടുത്തെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയും കൂടും. അപ്പോൾ അത് എന്ന് പറയുന്നത് എന്താണ്, സബ്സ്റ്റൻസിൻ്റെ മാസും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതാണ് ഫസ്റ്റ് ലോ പറയണത്. ഇനി സെക്കൻഡ് ലോ പറയുന്നത് ഇത് സ്റ്റേറ്റ് ദാറ്റ് ദ മാസസ് ഓഫ് ഡിഫറെൻറ്റ് അയോൺസ് ലിബറേറ്റഡ് അറ്റ് ദ ഇലക്ട്രോഡ്സ്. ഓരോ ഇലക്ട്രോഡിലും എന്താണ് ലിബറേറ്റ് ചെയ്യുന്ന അയോണുകളുടെ ഡിഫറെൻറ്റ് അയോണുകളുടെ മാസ് എന്ന് പറയുന്നത് when the same amount of electricity is passed through different electrolytes are directly proportional to their chemical equivalence. അപ്പോൾ ഇലക്ട്രോഡുകളിൽ ഡിഫറെൻറ്റ് അയോൺസുകൾ ലിബറേറ്റ് ചെയ്യാണ്. അവിടെ എടുക്കുന്ന സൊല്യൂഷൻ ഇപ്പോൾ എന്താ പറയുക ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത് ഒരു സൊല്യൂഷൻ കോപ്പർ സൾഫേറ്റോ അല്ലെങ്കിൽ സിങ്ക് സൾഫേറ്റോ ഒക്കെ ആയിട്ടാണ് എടുക്കുന്നത്. ആ സൊല്യൂഷൻ സെയിം എമൗണ്ട് ഇലക്ട്രിസിറ്റി ഇപ്പോൾ ഒരു കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനുള്ള ഒരു ഗാൽവനിക് സെല്ല്, അതേപോലെ തന്നെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ്റെ വേറൊരു ഗാൽവനിക് സെല്ല്, രണ്ടിലും എടുത്തിരിക്കുന്ന ഇലക്ട്രോഡുകൾക്ക് എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇലക്ട്രിസിറ്റി സെയിം ആണ്. ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ ഇവരുടെ മാസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദയർ കെമിക്കൽ ഇക്വാലൻസ്. ആരുടെ മാസാണ്, ഈ എടുത്തിരിക്കുന്ന അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അയോണുകളുടെ മാസം എന്ന് പറയുന്നത്. സെയിം ഇലക്ട്രോലൈറ്റ്സ് ആണ്, സെയിം കറൻ്റാണ് പാസ് ചെയ്യുന്നത്. പക്ഷേ ഇലക്ട്രോഡുകളിൽ ഡിഫറെൻ്റ് അയോൺസ് ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. ആ ലിബറേറ്റ് ചെയ്യുന്ന അയോണുകളുടെ മാസ് എന്ന് പറയുന്നത് എന്താണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ 2 സെല്ലാണ്, സെയിം ഇലക്ട്രോലൈറ്റ് എടുത്തിരിക്കുന്നു, സെയിം എമൗണ്ട് കറൻ്റാണ് അവിടെ പാസ് ചെയ്യുന്നത്. ആ സമയം അങ്ങനെയാണെങ്കിൽ ആ 2 സെല്ലുകളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ 2 പേരുടെയും ഇലക്ട്രോഡുകൾ ഉണ്ടാവുന്ന അയോൺസിൻ്റെ ലിബറേറ്റ് ചെയ്യുന്ന അയോൺസിൻ്റെ മാസ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും.
കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? സെയിം ഇലക്ട്രോലൈറ്റ് സെയിം എമൗണ്ട് ഓഫ് കറൻറ്റ്. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോഡിൽ ലിബറേറ്റ് ചെയ്യുന്ന അയോൺസിൻ്റെ മാസ് എന്തായിരിക്കും? അവരുടെ മാസ് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. ഇതാണ് സെക്കൻഡ് ലോ പറയുന്നത്. ഇനി ഒരു കണ്ടക്ടിവിറ്റീനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഇലക്ട്രിസിറ്റിയുടെ കണ്ടക്ടിവിറ്റീനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എ ഗാൽവാനിക് സെൽ ക്യാൻ ബി റിട്ടൺ ഇൻ സിമ്പിൾ ഫോം ഓഫ് ആനോഡ് ഇലക്ട്രോലൈറ്റ് ആൻഡ് കാഥോഡ്. ഇപ്പോൾ ഒരു ഗാൽവാനിക് സെല്ലിൽ 2 ഭാഗങ്ങൾ ഇലക്ട്രോഡുകളാണ് ഉണ്ടാവുക. ഒന്ന് ആനോഡ് ഉണ്ടാവും, ഒന്ന് കാഥോഡ് ഉണ്ടാവും. EMF ഓഫ് എ സെൽ ഈസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 ഇലക്ട്രോഡ് ഇൻ ദ ഓപ്പൺ സർക്യൂട്ട്. ഇനി അവിടുത്തെ EMF എന്ന് പറയുന്നത് ഈ ആനോഡിൻ്റെയും കാഥോഡിൻ്റെയും അവിടെ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. വെൻ എ മെറ്റൽ ഈസ് ഡിപ്പ്ഡ് in it on salt solution, then the potential of metal with respect to the solution is called electrode potential. ഇപ്പോൾ അതിലേക്ക് നമ്മളൊരു മെറ്റൽ എന്ത് സൊല്യൂഷനാണ് അവിടെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത്, അതിൻ്റെ ഒരു മെറ്റൽ നമ്മൾ അതിൽ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? അവിടെ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ, അതിനെയാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇത്തരം കാര്യങ്ങളാണ് അതിൻ്റെ കണ്ടക്ടിവിറ്റീനെ, നമ്മളൊരു ഗാൽവനിക് സെല്ലിൽ കണ്ടക്ടിവിറ്റീനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഒരു ഗാൽവനിക് സെല്ലിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോലൈറ്റ് ആയിട്ടൊരു സൊല്യൂഷൻ എടുത്തിട്ടുണ്ടാവും. രണ്ട് ഇലക്ട്രോഡുകൾ ഉണ്ടാവും, ഒരു ആനോഡും ഒരു കാഥോഡും ഉണ്ടായിരിക്കും. എന്നിട്ട് അതിനെ കണക്ട് ചെയ്യുന്ന ഒരു സാൾട്ട് ബ്രിഡ്ജ് ഉണ്ടായിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യാണ്, നമ്മളവിടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ആ സൊല്യൂഷനിലുള്ള അയോൺസ്, ഇപ്പോൾ സിങ്ക് സൾഫേറ്റ് എടുത്തു എന്ന് വിചാരിക്കാം, അതിലെ പോസിറ്റീവായിട്ടുള്ളത് ഓരോ ഇലക്ട്രോഡിലേക്കും നെഗറ്റീവായിട്ടുള്ളത് മറ്റേ ഇലക്ട്രോഡിലേക്കും മാറും. ഇതാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ ഗാൽവനിക് സെൽ, അതായത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്തുകൊണ്ട് റിഡോക്സ് റിയാക്ഷൻസ് ഉണ്ടാക്കുന്നു. റിഡോക്സ് റിയാക്ഷൻസ് വെച്ചിട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നു. അപ്പോൾ ഫാക്ടേഴ്സ് പറയുന്നത് ഇതൊക്കെയാണ്. ആനോഡ് ഏതാണ്, കാഥോഡ് ഏതാണ്, ഇലക്ട്രോഡുകൾ എങ്ങനെയാണെന്നുള്ളത്, പിന്നെ അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതുപോലെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഈ 3 കാര്യങ്ങളാണ് ഒരു ഗാൽവനിക് സെല്ലിൻ്റെ കണ്ടക്ടിവിറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അതാണ് സിമ്പിളായിട്ട് പറയാനുള്ളത്. ഒരു ഗാൽവനിക് സെല്ലിൻ്റെ കണ്ടക്ടിവിറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് ഏതൊക്കെ? അവിടെ എടുക്കുന്ന ആനോഡ് കാഥോഡ് ഏതാണെന്നുള്ളത്, പിന്നെ അവിടുത്തെ EMF പൊട്ടൻഷ്യൽ ഡിഫറൻസ്, മൂന്നാമത്തെന്ന് പറയുന്നത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഈസ് ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് എ മെറ്റൽ വെൻ പ്ലേസ്ഡ് ഇൻ 1 molar സൊല്യൂഷൻ ഓഫ് ദ ഇലക്ട്രോലൈറ്റ്. അതായത് ഒരു മെറ്റൽ അതിൻ്റെ 1 molar സൊല്യൂഷനിൽ മുക്കി വയ്ക്കുക, ആ ഇലക്ട്രോലൈറ്റിൽ മുക്കി വയ്ക്കുമ്പോൾ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ EMFനെയാണ് എന്താ പറയുക? സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഗാൽവനിക് സെല്ലിൻ്റെ ഒരു സെറ്റപ്പ് ഒന്ന് നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു ഇലക്ട്രോലൈറ്റായിട്ട് സൊല്യൂഷൻ എടുത്തിട്ടുണ്ടാവും, അതിൽ 2 ഇലക്ട്രോഡുകൾ ഉണ്ടാവും, ഒരു ആനോഡ് ഒരു കാഥോഡ് ഉണ്ടാവും. അതിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു സാൾട്ട് ബ്രിഡ്ജ് ഉണ്ടായിരിക്കും. ഇനി നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ റിഡോക്സ് റിയാക്ഷൻസ് സംഭവിക്കും. എന്നിട്ട് പോസിറ്റീവായിട്ടുള്ള അയോൺസ് ഒരു ഇലക്ട്രോഡിലേക്കും നെഗറ്റീവായിട്ടുള്ള അയോൺസ് വേറൊരു ഇലക്ട്രോഡിലേക്കും പോകും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്. ഇനി നമുക്കൊരു കാര്യം കൂടി നോക്കാനുള്ളത് സോൾട്ട് ബ്രിഡ്ജിൻ്റെ റോള്. നമ്മൾ വരച്ചൊന്ന് കാട്ടിത്തരാം, അപ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. സോൾട്ട് ബ്രിഡ്ജിൻ്റെ റോൾ എന്ന് പറയുന്നത് എ സോൾട്ട് ബ്രിഡ്ജ് കംപ്ലീറ്റ് ദ ഇന്നർ സെൽ സർക്യൂട്ട്. ആ സർക്യൂട്ട് കംപ്ലീറ്റ് ആണെങ്കിൽ എന്ത് വേണം? സോൾട്ട് ബ്രിഡ്ജ് വേണം. ഇലക്ട്രോഡുകൾ തമ്മിൽ കണക്ട് ചെയ്യണമെങ്കിൽ സോൾട്ട് ബ്രിഡ്ജ് വേണം. എ സോൾട്ട് ബ്രിഡ്ജ് പ്രിവെൻറ്റ്സ് അക്യുമുലേഷൻ ഓഫ് ചാർജസ് ഇൻ 2 half cells ആൻഡ് മെയിൻറ്റെയിൻ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി. എന്താണ്? ചാർജുകൾ അക്യുമുലേറ്റ് ചെയ്യണത് തടഞ്ഞിട്ട് കൃത്യമായിട്ട് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനായിട്ട് അത് സഹായിക്കും. അതും കൂടി ഒന്ന് നോക്കി വയ്ക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്, ഇലക്ട്രോ കെമിസ്ട്രി എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. മെയിനായിട്ട് അതിൻ്റെ സെറ്റപ്പ്, പിന്നെ ഇങ്ങനെയുള്ള കുറച്ച് വേർഡ്സും കാര്യങ്ങളും നോക്കണം. ഡിഫൈൻ ടൈപ്പായിട്ട് ചോദിക്കാം. അതല്ലാതെ ഇപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ഇന്ന ഒരു ആറ്റം, ആ ആറ്റത്തിൻ്റെ എന്താ പറയുക അറ്റോമിക് നമ്പർ ഇത്രയാണ്, അപ്പോൾ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്, അങ്ങനെ ചോദിക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് 4ൽ കുറവാണെങ്കിൽ കൊടുക്കാനാണ് സാധ്യത, 4ൽ കൂടുതലാണെങ്കിൽ വാങ്ങാണ് ചെയ്യാം.
അപ്പോൾ ഇതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാം. താങ്ക് യു.